നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വിയുടെ ഇക്വേഷൻ വേറെയാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ടേം തന്നിട്ടുണ്ട്, മീറ്റർ ഡെപ്ത്. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇവിടെ ഈ രണ്ടെണ്ണം വെച്ച് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ആവറേജ് വാല്യൂസാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സീറോ തന്നെയായിരിക്കും, മൊത്തം സീറോ ആയിരിക്കും. അതുകൊണ്ടാണ് അത് ഡാഷ് 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 ഇട്ട് പോയത്. നിങ്ങൾ സീറോ തന്നെ കിട്ടും, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. ദെൻ 0.8 5 ഫ്ലോ ഡെപ്ത്. നിങ്ങളുടെ മറ്റേ ടേബിളിലെ പോലെ തന്നെ 2 ടേബിളായിട്ട് വരച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കും. ഇതെല്ലാം കൂടി ഒരൊറ്റ ടേബിളാക്കിയിട്ടുണ്ട്. സോ 1.6 രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഒറ്റയായിട്ട് എഴുതി. അതിൻ്റെ ഫ്ലോ ഡെപ്ത് 1. അവിടുത്തെ മീറ്റർ ഡെപ്ത് 2 ഉണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് റെവല്യൂഷൻ സമയമുണ്ട്, പെർ സെക്കൻഡ് റെവല്യൂഷൻ കണ്ടുപിടിച്ചു. ഇക്വേഷൻ വെച്ചിട്ട് മീൻ വെലോസിറ്റി കണ്ടുപിടിച്ചു. ആ വെലോസിറ്റിയുടെ ആവറേജ് ഒരേ പോയിൻ്റ് 2 തവണ എടുത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആവറേജ് എടുക്കും. സോ ആ ഓരോരോ പോയിൻ്റ് ഈ 2 എണ്ണം വെച്ചുള്ളത് ഒറ്റയായിട്ട് എടുത്തിട്ട് ലാസ്റ്റത്തെ വെലോസിറ്റി മാത്രം അതിൻ്റെ ആവറേജ് കാണുക. ഓക്കെ, ലാസ്റ്റ് 5.2 0 എടുക്കുക. ഏരിയ കണ്ടുപിടിക്കുന്നത് വ്യത്യാസമില്ല, സെയിം പ്രൊസീജിയറാണ്, അങ്ങനെ തന്നെ വരും. ദെൻ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇതേപോലെ ഏറ്റവും ആദ്യത്തെ 2 എണ്ണത്തിനും ഒരേ വെലോസിറ്റി, അതിൻ്റെ 2ൻ്റെയും കൂടി മീൻ വെലോസിറ്റി എടുക്കുക. ലാസ്റ്റത്തെ 2ൻ്റെയും കൂടി മീൻ വെലോസിറ്റി എടുക്കുക. സോ ഏരിയൻ്റെ വെലോസിറ്റി, ഡിസ്ചാർജിൻ്റെ സമ്മ എടുക്കുക.